ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു Xylem ലേണിംഗ്. നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറയുക മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പല വീഡിയോകളിലായിട്ട് ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഫുൾ മാർക്ക് പല വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. എന്താണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു ആറ്റത്തിനകത്ത് കുറേ അറ്റോമിക് ഓർബിറ്റൽസ് ഇല്ലേ ഉണ്ടല്ലോ, 1s 2s 2p അങ്ങനെ കുറേ അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. ആ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് മക്കളെ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓഫ്-ബാ പ്രിൻസിപ്പിൾ ആണ്. ഓഫ്-ബാ പ്രിൻസിപ്പിൾ ആണ്. 2 ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ്. 3 പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ഹൺസ് റൂളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഈ 3 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്ന രൂപത്തിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന് നോക്കിയാലോടാ. യെസ്, നോക്ക്. ഫസ്റ്റ് തന്നെ ഓഫ്-ബാ പ്രിൻസിപ്പിൾ ആണ്. ഓഫ്-ബാ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ട. അതായത് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യുക എങ്ങനെയാണെന്നറിയോ? എനർജി കൂടി വരുന്ന ഓർഡറിലാണ്. അതായത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അത് നമ്മൾ ഫില്ല് ചെയ്യുക ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റല്ല. അത് ഫില്ലായി കഴിഞ്ഞാൽ അതിനേക്കാൾ എനർജി കൂടുതലുള്ള ഓർബിറ്റല്, അത് ഫില്ലായി കഴിഞ്ഞാൽ അതിനേക്കാൾ എനർജി കൂടുതലുള്ള ഓർബിറ്റല്, അങ്ങനെ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് ഒരാറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലില് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഓഫ്-ബാ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്ക്. എന്താ ഓഫ്-ബാ പ്രിൻസിപ്പിൾ? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ഓഫ്-ബാ പ്രിൻസിപ്പിൾ പ്രകാരം അറ്റോമിക് ഓർബിറ്റൽസ് ആർ ഫിൽഡ്. എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജീസ്. എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ഇൻ സച്ച് ദാറ്റ് ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽസ് ഈസ് ഫിൽഡ് ഫസ്റ്റ് up to its maximum capacity, then the next orbital starts and so on. എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ എനർജി ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ഓഫ്-ബാ പ്രിൻസിപ്പിൾ. ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റൽ ആദ്യം ഫില്ല് ചെയ്യും, അത് നിറഞ്ഞാൽ അടുത്തത്, അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. അപ്പൊ സാറേ, നമുക്കൊരു ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ നമുക്കറിയണ്ടേ? അതറിയണം. ആ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s. അത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് വീണ്ടും പറഞ്ഞ് വീണ്ടും എഴുതി പഠിക്കണം എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. കാര്യം ഇത് വെച്ച് ഓഫ്-ബാ പ്രിൻസിപ്പിൾ മാത്രമല്ല പല ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യണമെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ കഴിയണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളോട് എന്ത് ചെയ്യാണ്? നിങ്ങളോട് ഫോർ എക്സാമ്പിൾ നിയോൺ ചോദിച്ചു എന്ന് വിചാരിക്കുക. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 10. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ എങ്ങോട്ടാ പോവുക? ഏറ്റവും എനർജി കുറവുള്ള 1sലേക്ക്. 1sൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കുക മക്കളെ. 1sൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, 1s2. അത് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? അത് കഴിഞ്ഞാൽ 2sലേക്ക് 2. അത് ഫുള്ളായാലും എങ്ങോട്ടാ പോവുക? 2p. അവിടെ 6 ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാം. അപ്പോൾ 1s2 2s2 2p 6 ആണ് നിയോണിൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ എലമെൻസിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ 10th പഠിച്ചൊരു കാര്യമാണ്. എന്താ? ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? നോക്ക്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? എങ്ങനെ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24.
അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാടാ വരിക? 1s2. അത് കഴിഞ്ഞാൽ 2s2, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ 2p6, അത് കഴിഞ്ഞാൽ 3s2, അത് കഴിഞ്ഞാൽ 3s2, അത് കഴിഞ്ഞാൽ 3p6, അത് കഴിഞ്ഞാൽ 4s2 3d4 എന്നാ വരേണ്ടത്. പക്ഷെ 4s എന്നൊരു ഇലക്ട്രോൺ 3dയിലേക്ക് പോവും. അപ്പോൾ 4s1 3d5 ആയി മാറും. 4s2 3d4 എന്നാ വരേണ്ടത്. 4s എന്നൊരു ഇലക്ട്രോൺ 3dയിലേക്ക് പോയാൽ 4s1 3d5 ആയിട്ട് മാറും. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതേ കോൺഫിഗറേഷൻ ആണ് കോപ്പറിനുള്ളത് എന്നറിയാലോ. അറ്റോമിക് നമ്പർ 29 അല്ലേ? എന്താ അത്? 1s2 2s2 2p6 3s2 3p6 4s2 3d9 അങ്ങനെയാ വരേണ്ടത്. പക്ഷെ 4s എന്നൊരു ഇലക്ട്രോൺ 3dയിലേക്ക് പോയാൽ 4s1 3d10 ആണ് വരിക. മറക്കരുത് മക്കളെ, 4s1 3d10 എന്നാ വരിക. പക്ഷെ ഇത് പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. എന്തുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷനിൽ ഈ ചേഞ്ച് വന്നത്? അഥവാ 4s എന്തിനാ ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് പോയത്? എപ്പോഴും ഓർത്തിരിക്കണം, അത് ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷന് ഹൈ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാ. ഇത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാ, ഇത് ഫുൾഫിൽഡ് കോൺഫിഗറേഷനാ. ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷന് ഹൈ സ്റ്റെബിലിറ്റി ഉണ്ട്. എല്ലാവരും ഹൈ സ്റ്റെബിലിറ്റി കിട്ടാനല്ലേ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷനിൽ ഈ ഒരു ചേഞ്ച് വന്നത് എന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് പോകണം. ഓഫ് ബാ പ്രിൻസിപ്പിൾ അറിയണം. പക്ഷെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഈ ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് വരാനുള്ള കാരണം എന്താടാ? ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷന് ഹൈ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. മറക്കുമോ നിങ്ങൾ? മറക്കരുത്. ഇനി മക്കളെ നോക്കുക, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയ ഒരു കാര്യം. എന്താ അറിയോ? എടാ, ഒരു ആറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾക്ക് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരാറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾ എടുത്താൽ എല്ലാ ഇലക്ട്രോണുകൾക്കും 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ലേ? 1, 2, 3 ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആവാം. പക്ഷെ 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവുക എന്നുള്ളത് അത് പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹീലിയം എടുത്തു എന്ന് വിചാരിക്കും മക്കളെ. നിങ്ങൾ ആരെ എടുക്കുന്നേ? നിങ്ങൾ ഹീലിയത്തെ എടുത്തു എന്ന് വിചാരിക്ക്. ആരെ എടുക്കുന്നത്? ഹീലിയം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ മക്കളെ, അതിന്റെ കോൺഫിഗറേഷൻ 1s2 വരിക. അതിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2. അതായത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലില് 2 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യത്തെ ഇലക്ട്രോണിനെ ഞാൻ E1 എന്ന് വിളിക്കുകയാണ്. രണ്ടാമത്തെ ഇലക്ട്രോണിനെ ഞാൻ E2 എന്ന് വിളിക്കുകയാണ്. 2 ഇലക്ട്രോണും ഒന്നാമത്തെ ഷെല്ലിലല്ലേ ഉള്ളത്. അപ്പൊ 2 പേരുടെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മക്കളെ, 2 പേരുടെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N1 അല്ലേ? അതെ, 2 പേരുടെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താ? 1. 2 പേരും എസ് സബ് ഷെല്ലിലല്ലേ? അപ്പൊ 2 പേരുടെയും അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താ? 0 ആണ്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ? -0 to +0. -0 to +0 എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ? ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. 2 ഇലക്ട്രോൺ അല്ലേ എസ്സിലുള്ളത്? അപ്പൊ അതിൽ ഒരാൾ ക്ലോക്ക് വൈസും രണ്ടാമത്തെ ആൾ ആന്റി ക്ലോക്ക് വൈസും ആവൂലേ? അപ്പോൾ ഒരാളുടെ സ്പിൻ ക്വാണ്ടം നമ്പർ +½ ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്താ? -½ ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. -½ ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺ ആണെങ്കിൽ പോലും പ്രിൻസിപ്പലും അസിമുത്തലും മാഗ്നറ്റിക്കും സെയിം ആവാം. പക്ഷെ നാലാമത്തെ സെയിം ആയോ? ഇല്ല. അതായത് ഒരു ആറ്റത്തിനകത്തുള്ള ഏത് 2 ഇലക്ട്രോൺ നിങ്ങൾ എടുത്താലും അതിന്റെ 4 ക്വാണ്ടം നമ്പേഴ്സും ഈക്വൽ ആവുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതാണ്
പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. കൃത്യമായി പഠിക്കണം. നമ്മൾ ഒഫ്ബ പ്രിൻസിപ്പിൾ പറഞ്ഞു, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. ഒരു റൂളും കൂടെ ഉണ്ടല്ലോ മക്കളെ. ഏതാത്? അത് ഹൺസ് റൂളാണ്. ഏതാ മക്കളെ അത് പറഞ്ഞേ? അത് ഹൺസ് റൂളാണ്. ഹൺസ് റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാ. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയോ? ഒരു ഡീജനറേറ്റഡ് ഓർബിറ്റല്. എന്താ സാറേ ഡീജനറേറ്റഡ് ഓർബിറ്റൽ? എനർജി ഈക്വൽ ആയ ഓർബിറ്റലാണ് ഡീജനറേറ്റഡ് ഓർബിറ്റൽ. ഡീജനറേറ്റഡ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസിന്റെ പെയറിങ് എപ്പോഴാണ് നടക്കുക? ആദ്യം ഓരോ ഓർബിറ്റലും സിംഗിളി ഫില്ല് ചെയ്യണം. അഥവാ ഓരോ ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്യണം. എന്നിട്ടേ പെയറിങ് നടത്താൻ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നോക്കൂ, നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താ മക്കളെ? നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താ? 7. അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2 മക്കളെ. 1s2 2s2 2p3. എടാ 1s എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ, ഒരു ബോക്സാ. 2sഉം ഒരു ബോക്സാ. എന്നാൽ 2p എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ pxഉം pyയും pzഉം ഇല്ലേ? 3 ബോക്സ് വരക്കണം. 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഒന്ന് ക്ലോക്ക് വൈസ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ്. 2s എത്ര ഉണ്ട്? 2. ഒന്ന് ക്ലോക്ക് വൈസ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ്. ഇനി നോക്ക് 2p എത്ര എണ്ണ? 3. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3ഉം 2p തന്നെയല്ലേ? ആ 2pയുടെ ഒക്കെ എനർജി ഈക്വലാ. എനർജി ഈക്വൽ ആയ ഓർബിറ്റൽസിനെ ഡീജനറേറ്റഡ് ഓർബിറ്റൽസ് എന്നാ നമ്മൾ പറയാ. എനർജി ഈക്വൽ ആയ ഓർബിറ്റൽസ് ഡീജനറേറ്റഡ് ഓർബിറ്റലാ. എടാ ഡീജനറേറ്റഡ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പോയി പെയർ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ആദ്യം ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കണം. ഇനിയും ഇലക്ട്രോൺ ബാക്കിയുണ്ടോ? എങ്കിലേ പെയറിങ് തുടങ്ങാൻ പാടുള്ളൂ. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. നോക്കൂ, ഞാൻ 3 ഇലക്ട്രോൺ അല്ലേ ഉള്ളേ. ആദ്യത്തതിൽ 1 കൊടുത്തു, രണ്ടാമത്തതിൽ 1 കൊടുത്തു, മൂന്നാമത്തതിൽ 1 കൊടുത്തു. നാലാമത്തത് കൊടുക്കാൻ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ പെയറിംഗ് ഇല്ല. അതായത് പോയിന്റ് വളരെ സിമ്പിൾ ആണ്. അതായത് ഡീജനറേറ്റ് ഓർബിറ്റൽസില്, എനർജി ഈക്വൽ ആയ ഓർബിറ്റൽസില് ആദ്യം ഓരോ ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്യണം. എന്നിട്ടേ പെയറിംഗ് തുടങ്ങാൻ പാടുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടാണോ? അല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താ ഓഫ്ബ പ്രിൻസിപ്പിള്? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. സിമ്പിൾ. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? സിമ്പിളി പറഞ്ഞാൽ ഒരു ആറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾക്ക് ഒരേപോലെയുള്ള 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ല. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അല്ലെ? എന്താ ഹൺസ് റൂൾ പറയുന്നത്? ഡീജനറേറ്റഡ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസിന്റെ പെയറിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ആദ്യം ഓരോ ഓർബിറ്റലും സിംഗിളി ഫില്ല് ചെയ്തതിന് ശേഷം. അല്ലെ? കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കോൺഫിഗറേഷൻ അറിയാലോ? യെസ്. അപ്പൊ ഈ കാര്യങ്ങൾ മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇതേപോലെ ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. ഒരു ടെൻഷനും വേണ്ട. ഞാൻ എൻ്റെ സൗണ്ട് ആക്ച്വലി പോയിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വേണ്ടത്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വേണോ? നിങ്ങൾക്ക് ബോറിൻ്റെ ആറ്റം മോഡൽ വേണോ? ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ വേണോ? ക്വാണ്ടം നമ്പേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണോ? എന്താ വേണ്ടത്? നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എന്തായാലും അത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ടെൻഷൻ ആവണ്ട. കെമിസ്ട്രി നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഇത് പഠിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണം. ഇനി എന്താ വേണ്ടതെന്ന് കമന്റ് ചെയ്യണം. അതിനനുസരിച്ച് ഞാൻ വീണ്ടും വരും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.